6-ാം സങ്കീർത്തനം വാക്യപ്രതിവാക്യമായി പാടി കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. ദാവീദിന്റെ ഒരു സങ്കീർത്തനമാണ്. സംഗീത പ്രമാണിക്ക് അവൻ ദൂരസ്ഥന്മാരുടെ ഇടയിൽ മിണ്ടാത്ത പ്രാവെന്ന രാഗത്തിൽ ദാവീദിന്റെ ഒരു സ്വർണ ഗീതം. അവൻ ഫെലിസ്ത്യർ അവനെ ഗത്തിൽ വെച്ച് പിടിച്ചപ്പോൾ ചമച്ചത്. അവൻ സ്വതം ചേർന്ന് ഈ സങ്കീർത്തനം പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുക. ദൈവമേ, എന്നോട് കൃപയുണ്ടാകണമേ. മനുഷ്യനെ വിഴുങ്ങുവാൻ പോകുന്നു, അവർ ഇടപെടാതെ പൊരുതനെ ഞെരുക്കുന്നു. ഞാൻ ഭയപ്പെടുന്ന നാൾ നിന്നിലാശ്രയിക്കും. ഇടവിടാതെ അവർ എന്റെ വാക്കുകളെ കൊട്ടിക്കളയുന്നു. അവരുടെ വിചാരങ്ങളൊക്കെയും എന്റെ നേരെ തിന്മയ്ക്കായിട്ടാകുന്നു. നീതികേടിനാൽ അവർ ഒഴിഞ്ഞു പോകുമോ? ദൈവമേ, നിന്റെ കോപത്തിൽ ജാതികളെ തള്ളിയിടണമേ. ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ തന്നെ എന്റെ ശത്രുക്കൾ പിന്തിരിയുന്നു. ദൈവം എനിക്ക് അനുകൂലമെന്ന് ഞാൻ അറിയുന്നു. അവൻ ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു, ഞാൻ ഭയപ്പെടുകയില്ല. മനുഷ്യനോട് എന്ത് ചെയ്യുവാൻ കഴിയോ? അടുത്ത വാക്യം ചേർന്ന് പാടിയതിനെ സ്തുതിക്കാം. ഞാൻ ദൈവത്തിന്റെ മുമ്പാകെ ജീവന പ്രകാശത്തിൽ നടക്കേണ്ടതിന് നീ എന്റെ പ്രാണനെ മരണത്തിൽ നിന്നും എന്റെ കാലുകളെ ഇടർച്ചയിൽ നിന്നും വിടുവിച്ചുവല്ലോ. നമ്മുടെ കരകളെ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ കണ്ണുനീർ തുരുത്തിയിലാക്കി വെക്കുന്ന ദൈവത്തെ കരമുയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നാം പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ശത്രുക്കൾ പിൻവാങ്ങി ഇടറി വീഴുവാൻ ഇടയാക്കുന്ന ദൈവത്തെ കരമുയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവർക്കും പ്രാർത്ഥനയുടെ ദിവസം ഇരിക്കാം. ഇപ്പോൾ ക്രിസ്ത്യൻ ബോർഡ് കടന്നു വന്ന് ദൈവം തനിക്ക് കൊടുത്ത ചിന്തകൾ നാമമായി താങ്ക് യു ജീസസ്. Greetings to you all in the precious name of our Lord and Savior Jesus Christ. ആമേൻ. കൂടി വന്നിരിക്കുന്ന ഏവർക്കും നമ്മുടെ രക്ഷിതാവും കർത്താവുമായ യേശു ക്രിസ്തുവിന്റെ തന്നെ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. On this Mother's Day, I praise God for the opportunity to worship Him. It's always wonderful how this country has set the holidays always fall on a Sunday, so we have no other choice but to be reminded of who God is, what His nature is when we come to worship Him on these holidays. പ്രത്യേകിച്ച് ഇന്ന് പകൽക്കാലം ആമേൻ മദേഴ്സ് ഡേ ദിവസം ദൈവത്തെ ആരാധിപ്പാൻ ദൈവം തന്ന അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എങ്ങനെയാണ് ഈ മദേഴ്സ് ഡേ ഒക്കെ ഇവർ അറേഞ്ച് ചെയ്യുന്ന അറിയത്തില്ല. അതിന് ഞായറാഴ്ച വരുന്ന രീതിയിൽ അവർ സെറ്റപ്പ് ചെയ്യും. എങ്ങനെയാണേലും അവൻ സ്വന്തം ദൈവത്തെ ആരാധിപ്പാൻ കൂടി വരുമ്പോൾ ഈ ഓരോ ദിവസങ്ങളും അവനോടുള്ള ബന്ധം ചിന്തിപ്പാൻ ലഭിക്കുന്നത് വളരെ ശ്രേഷ്ഠകരമായ ഒരു കാര്യമാണ്. This has nothing to do with what I'm about to share, but when I went to jury duty last Wednesday, I read on one of the plaques near City Hall that Mother's Day was first invented in Philadelphia. So our city seems to be the origin of Mother's Day. ഇത് ഞാൻ പറയാൻ ഉദ്ദേശിച്ചതല്ല. കഴിഞ്ഞ ദിവസം ജൂറി ഡ്യൂട്ടിക്ക് വേണ്ടി ഞാൻ സെൻട്രൽ സിറ്റിയിൽ പോയപ്പോൾ അവിടെ എഴുതി വെച്ചിരിക്കുന്ന ഒരു കാര്യം ശ്രദ്ധിപ്പാനിടയായി. മദേഴ്സ് ഡേ എന്ന് പറയുന്ന ദിവസം അവൻ ഫിലദൽഫിയയിലാണ് ആദ്യം കൊണ്ടാടിയത്. അവൻ ഇവിടത്തെ നിന്നാണ് അതിന്റെ ഉറവിടമെന്ന് വായിച്ച് മനസ്സിലാക്കാൻ ദൈവരാവസരം നിന്നു. But since I'm on the clock today, I have to go to Bethel and serve today, so I will try to share briefly some thoughts that the Holy Spirit has given to my heart, and I pray that it may make me grow and make us all grow. ഇന്ന് പകൽക്കാലം സമയത്തിന്റെ മുൾമുനയിൽ ഞാൻ ആയിരിക്കുന്നത് കൊണ്ട് പെട്ടെന്ന് ദൈവം ചെന്ന ചില ചിന്തകൾ നമ്മെ വളർത്തുവാൻ, നമ്മുടെ വളർച്ചയിൽ, ക്രിസ്തുവാകുന്ന തലയോടുള്ള വളർച്ചയിൽ നമ്മെ സഹായിപ്പാനായി അവൻ ആ ചിന്തകൾ ഉതകേണ്ടതിന് പെട്ടെന്ന് മുമ്പോട്ട് കടന്നു പോകാൻ ആഗ്രഹിക്കുകയാണ്. Grow unto Christ, we must sow in tears. These tears should not be mistaken for tears like a tantrum or tears like self-pity. പ്രിയമുള്ളവരെ, ഒരു കാര്യം ഓർപ്പിക്കട്ടെ. ക്രിസ്തുവാകുന്ന തലയോളം വളരുന്ന വളർച്ചയിൽ പരിശുദ്ധാത്മാവ് മാസം പറയുന്നത് അവൻ
ആ വിളവ്, ആ വളർച്ച ഉത്തമമാകണമെങ്കിൽ കണ്ണീരോടെ വിതയ്ക്കണം. പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടും ഈ കണ്ണീരോടെ വിതയ്ക്കുക എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ചങ്കുപൊട്ടി അലറിക്കരയുന്നതോ, ഒരു ദുഃഖം വരുമ്പം കരയുന്നതോ, അവൻ സ്വത്രം ചെയ്യുന്നു, ഇല്ലെങ്കിൽ അവൻ നിങ്ങളുടെ മുതലക്കണ്ണൂരൊഴുക്കുന്ന ഒന്നുമല്ല നിങ്ങൾ പറയുന്നത്. അവൻ സ്വത്രം ചെയ്യുന്നു. നിങ്ങളുടെ വളർച്ചയുള്ള ബന്ധത്തിൽ അവൻ സ്വത്രം, നിങ്ങൾ ആ വചനവാഗ്ദത്തങ്ങളെ നിങ്ങളുടെ ഏത് വിഷയത്തോടുള്ള ബന്ധത്തിൽ പിടിക്കുമ്പോഴാണേലും അത് ചങ്ങിനകത്ത് തട്ടി കണ്ണീരോടെ വചനവാഗ്ദത്തങ്ങളെ പിടിച്ചു നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അവൻ സ്വതം ഒഴുക്കുന്ന അവൻ സ്വതം കണ്ണുനീര്, ആ നനവോടുകൂടെ നീ ആ വചനത്തെ വിതച്ചാൽ, അതിൽ വിശ്വസിച്ചാൽ, നിന്നെ സമർപ്പിച്ചാൽ ഉണ്ടാകുന്ന വളർച്ചയെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. It is trust in the living word and the promises of God. When the situations and the conditions of your life corner you, suffocate you, instead of it giving in and surrendering to those things, or giving into the world, or giving in to your flesh, rather you are giving up and giving in, completely surrendering to God through sowing His word in tears. പ്രിയമുള്ളവരെ, നിങ്ങളുടെ ജീവിതത്തിലെ പ്രതികൂലങ്ങൾ നിങ്ങളെ ഞെരുക്കുമ്പോൾ, നിങ്ങളുടെ കഷ്ടതകൾ നിങ്ങളെ വല്ലാതെ ഭാരപ്പെടുത്തുമ്പോൾ, അനേക മനുഷ്യർ നിങ്ങളെ അവൻ പീഡിപ്പിക്കുമ്പോൾ, അങ്ങനെ അനവധിവിധമായ വേദനകൾ കൂടി പോകുമ്പോൾ നിങ്ങളുടെ അവൻ സ്വന്തം ചെയ്യുന്നു ദുഃഖത്തിൽ ജസ്റ്റ് കരയാനിടയാകാതെ, ഇല്ലെങ്കിൽ ജഡത്തിൽ നിങ്ങൾ ജസ്റ്റ് പ്രതികരിക്കാൻ, അതിന് പകരം ചെയ്യാൻ പോകാനിടയാകാതെ അവൻ നിങ്ങളുടെ ആശ്രയം മുഴുവനും ദൈവത്തിലേക്ക് വെച്ച് എന്ത് ചെയ്യണം, ഈ സാഹചര്യത്തിൽ നിങ്ങൾക്ക് പലതും ചെയ്യാൻ പറ്റും, പക്ഷെ അതൊന്നും ചെയ്യാൻ പോകാതെ സമ്പൂർണ്ണ ആശ്രയം ദൈവത്തിലോട്ട് വെച്ചിട്ട് ആ ഭാരമെല്ലാം അവന്റെ പാദവയുടെ ഇറക്കി വെച്ച് അവന്റെ വചനത്തിലെ വാഗ്ദത്തങ്ങളെ തിരഞ്ഞ് അതിനെ മുറുകെ പിടിച്ച് കണ്ണീരോടെ ദൈവത്തെ പ്രതീക്ഷിച്ച് കണ്ണീരോടെ കരഞ്ഞുകൊണ്ട് ആ വചനത്തെ നിന്റെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നതും, ആ വചനത്തെ നീ കടന്നു വിശ്വസിക്കുന്നതും, ആ വചനത്തെ ദൈവസന്നിധിയിൽ നിനക്ക് വേണ്ടി വിതച്ചു പ്രാർത്ഥിക്കുന്നതിനെയുമാണ് അവൻ ഇത് ഉദ്ദേശിക്കുന്നത്. നിന്റെ ആത്മീക വളർച്ചയില് നിന്നെ സഹായിപ്പാൻ, ജഡത്തിലോട്ട് പോകാതെ, നിന്റെ കഴിവുകൾ എടുക്കാതെ, ദൈവത്തിൽ മാത്രം ട്രസ്റ്റ് ചെയ്തിട്ട് പ്രോമിസ് വചനങ്ങൾ വചനത്തിൽ കൂടി തെരഞ്ഞെടുക്കുക. കാരണം ബൈബിൾ പറയുന്നത് ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യം ഏതുവാണെങ്കിൽ അത് അയച്ച പ്രവൃത്തി തികയ്ക്കാതെ മടങ്ങി വരത്തില്ല. നീ ആ വചനത്തെ പിടിക്കുമ്പോൾ കംപ്ലീറ്റ് അവൻ സ്വന്തം അവനെ അങ്ങ് ആശ്രയിച്ച ആ ദൂതനോട് യാക്കോബ് അവൻ കരഞ്ഞതുപോലെ ബൈബിൾ പറയുന്നു, അവൻ കരഞ്ഞ് അപേക്ഷിച്ചു. ആ നദീതടത്തിൽ വെച്ച് അവൻ അനുഗ്രഹം പ്രാപിച്ചു എന്ന് പറയുന്ന പോലെ നീ എന്നെ അനുഗ്രഹിക്കാതെ ഇവിടത്തില്ല. ദൈവത്തിലുള്ള സമ്പൂർണ്ണ ആശ്രയം, കണ്ണീരോടെ ദൈവസന്നിധിയിൽ കരയുന്ന ആ കരച്ചിലിനെയാണ്, ആ കണ്ണീരിനെയാണ് അവൻ കണ്ണീരോടെ വിതയ്ക്കുക എന്ന് പറഞ്ഞതിൽ നിന്ന് നാം അർത്ഥമാക്കുന്നത്. And we can see this in the perspective of the psalmist who is David. We see in the first 3 verses the oppression and the struggles that he is going through. He is going through an attack. People are trampling over him, and he's petitioning to God's graciousness. He's saying that many are attacking him proudly, but in verse 3 he's not just talking about his problems and having an anxiety attack over them. He's saying, when I am afraid, I put my trust in you. And trust in God is not passive, it is active. In verse 4 it says, in God whose word I praise. How do you put trust in God? How? You already got the tears part because of the depression that's coming. What exactly are you sowing? It says in verse 4, in God whose word I praise. The word is what you are sowing. You are not wasting the tears on self-pity. You are not wasting the tears on fear or anxiety attacks. You're using those tears to solidify, to sow the word that you should praise. In God I trust, I shall not be afraid. What can flesh do to me? This confidence, this strength is coming directly from the word of God. That must be sown in your tears. പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവിന്റെ വെട്ട ആഴവും അർത്ഥവത്തുമാണ്. നോക്കണേ, ഈ സങ്കീർത്തനത്തിൽ നിങ്ങൾ വായിക്കുമ്പോൾ ആദ്യത്തെ 1, 2, 3 വാക്യങ്ങൾ വായിക്കുമ്പോൾ സങ്കീർത്തനക്കാരനായിരിക്കുന്ന കഷ്ടത്തിന്റെ ആഴം നിങ്ങൾക്ക് ഗ്രഹിക്കാൻ കഴിയും. ആമേൻ. സ്വന്തം മനുഷ്യർ വിഴുങ്ങാൻ പോകുന്ന അനുഭവം, ഇടവിടാതെ അവനോട് പൊരുതുന്ന അനുഭവം, അവൻ കാലുകൾ ഇടവിടാതെ വിഴുങ്ങാൻ ഭാവിക്കുന്ന, ഗർവത്തോടെ പൊരുതുന്ന, അവൻ താഴ്ത്തു വായിക്കുമ്പോൾ തന്നെ അവൻ വാക്കുകളെ കൂട്ടുകൾ, നാം പറയുന്ന എന്തും ട്വീക്ക് ചെയ്ത് ലോകം നമ്മെക്കുറിച്ച് ദോഷം പറയുമ്പോൾ വീടുന്നത് കാണാൻ നോക്കി, അങ്ങനെ എത്രയോ ശത്രുക്കളുടെ മധ്യ ഇന്ന് പകൽ നീ നിൽക്കുമ്പോൾ സങ്കീർത്തനക്കാരൻ പറയുന്ന അവൻ കാര്യം ശ്രദ്ധിക്കണേ. അങ്ങനെ കഷ്ടങ്ങളുടെ ആധിക്യത്തില് അയ്യോ എനിക്ക് ഇങ്ങനെ വന്നു പോയല്ലോ എന്ന് പറഞ്ഞ അവിടെ കുത്തിയിരുന്ന് വെറുതെ മുതലക്കണ്ണൊഴുക്കുകയല്ല. കഷ്ടങ്ങളെ നിന്റെ അനുഭവത്തിൽ എനിക്ക് ഇങ്ങനെ ആയോ എന്ന് ഓർത്ത് ആ പരിതാപക്കരച്ചിലിനെ കുറിച്ചല്ല. അന്നേരം ഇവിടെ പറയുക, ഹൃദയം പേടിക്കുമ്പോൾ അവൻ സങ്കീർത്തനക്കാരൻ പറയുക, ഞാൻ ദൈവത്തിലോട്ട് ഓടിപ്പോയി എന്ത് ചെയ്യും?
ആശ്രയിക്കും. തന്റെ കഴിവോ ജഡമോ ഒന്നും എടുക്കാതെ. അടുത്ത പറയുന്ന നോക്കണേ, അവൻ ആ ദൈവത്തിലോട്ട് ആശ്രയിക്കുന്ന ആ പാത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവത്തിൽ അവന്റെ വചനത്തെ എന്ത് ചെയ്യും? പുകഴും. അവൻ സ്വന്തം ചെയ്യുന്നു. പറയുക, അവൻ സ്വന്തം ചെയ്യുന്നു. ഞാൻ ദൈവത്തിലോട്ട് വന്നിട്ട് അവൻ സ്വന്തം ചെയ്യുന്നു. അവന്റെ വചനമോട്ട് അതാ വചനം കണ്ണിലൂടെ വിതയ്ക്കണം. എല്ലാം നെഗറ്റീവായിട്ട് ജീവിച്ചിരിക്കുക. നിന്റെ കഷ്ടങ്ങളെ ഓർത്ത് ഇങ്ങനെ മുതല കണ്ടുപിടിക്കി എല്ലാവരോടും പറയാലും നീ ഒന്ന് കർത്താവേ, എന്റെ ഹൃദയം പേടിക്കുന്നു, എന്റെ ജീവിതം ഇങ്ങനെയായി പോകും, എന്റെ തലമുറ എങ്ങനെയായി പോകുമോ, എന്റെ ഭാവി എന്താകും, ഭയം തന്നെ പിടിക്കുമ്പോഴോ ഓടിക്കൊണ്ട് വന്നിട്ട് ഞാൻ ആശ്രയിക്കുന്നു. ചുമ്മാ അവിടുന്ന് ആശ്രയിക്കുന്നു പറഞ്ഞിരിക്കാതെ കർത്താവേ നീനോട് പറഞ്ഞ വചനം, അവൻ വചനം അങ്ങോട്ട് തുറന്നിട്ട് ഈ വാക്കുകൾ എന്നോട് പറഞ്ഞിട്ടില്ലേ എന്നിട്ട് ആ വചനത്തിൽ പോകുന്നു. എനിക്ക് എന്റെ ദൈവം കാര്യങ്ങളെ സാധിപ്പിക്കുന്നു പറഞ്ഞ് കണ്ണീരോടെ കർത്താവേ ഞാൻ വചനത്തെ മുറുകെ പിടിക്കുന്നു, ആശ്രയിക്കാൻ എനിക്ക് ആരുമില്ലെന്ന് കണ്ണീരോടെ. ദൈവമക്കളെ ഇതൊന്നും നിങ്ങൾ ചെയ്തു നോക്കണേ. ഈ പറയുന്ന കണ്ണീരിൽ വിതച്ചാൽ ആർപ്പോഴും കളിയല്ലിത്. നിന്റെ വളർച്ച, നിന്റെ തലമുറയുടെ വളർച്ച, നിന്റെ കുടുംബത്തിന്റെ വളർച്ച, നിന്റെ ആത്മീയ വളർച്ച, ഈ വചനം പവർഫുള്ളാ. അവൻ അവിടെ പറയും ഞാൻ ദൈവത്തില് അവന്റെ വചനത്തെ എന്ത് ചെയ്യും? പുകഴും. അടുത്ത് ചോദിക്കുക, അവൻ മനുഷ്യനോട് ജഡത്തിനോട് ഇന്ന് പകൽക്കാലം പലപ്പോഴും ജഡമാ നിന്നെ തോൽപ്പിക്കുന്നത്. അവൻ ദൈവത്തിന് പകരം നീ ദൈവവചനം നിന്നിൽ ഉയരണമെന്ന് പകരം ജഡം വന്നിട്ട് ജഡത്തിന്റെ അറ്റാക്കിൽ നീ പ്രതികരിക്കുക. ജഡം പറയുന്ന പോലെ കോപിക്കുന്നു, ചീത്ത പറയുന്നു, ബഹളം വെക്കുന്നു, വലിച്ചെറിയുന്നു, ഉടയ്ക്കുന്നു. അവൻ ഇല്ലെങ്കിൽ വേറെ അവൻ എന്നാ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്യാൻ പോണെന്ന് ജഡം നിന്നെ അങ്ങോട്ട് കൺട്രോൾ ചെയ്യും. അവൻ സ്വന്തം ചെയ്യുന്നു. അതേപോലെ ജഡവും നിന്നെ അറ്റാക്ക് ചെയ്യാനും വരുമ്പോൾ ഇതിന്റെ എല്ലാം മധ്യത്തില് വചനത്തെ പുകഴ്ന്നിട്ട് വചനം കണ്ണിനോട് അങ്ങോട്ട് വിതച്ചിട്ട് ദൈവത്തിൽ നീ ധൈര്യം കണ്ടെത്തുമ്പോൾ ഈ ഭൂമി നിന്റെ ജഡത്തിന് നിനക്ക് അതിനൊന്നും ചെയ്യാൻ പറ്റുകയില്ല. ലോകത്തിലെ മറ്റു ജഡങ്ങൾക്ക് നിന്നെതിരെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് പറയുന്നത് ഇതാണ് അവൻ ഇവിടുത്തെ അന്തസ്സത്ത. I'm being reminded, as my dad just said, that I'm being reminded of the word that was spoken through the Holy Spirit by my uncle from Boston, Anipapa, who talked about the flesh. We think about flesh being other human beings. We put faces on these enemies when we read the verses. There are certain people that we think about, but we also know that our fight is not against flesh and blood like other people. There are powers and principalities, but we can't forget the power of our own flesh too, that the Spirit is always waging war against. And I don't want to repeat this, but it's worth mentioning again, because your thoughts, the thoughts of your flesh against your soul are evil. The flesh doesn't care about your eternity because the flesh is not going to eternity, so it's always against your soul. Your flesh has strife. Your flesh is constantly watching the steps of your soul, and we see that the psalmist is asking God to judge the people who are coming against the psalmist. We need to ask God to put our flesh into submission, to guide our flesh and to shut up the voice of our flesh so that the Spirit can prevail. പ്രിയമുള്ളവരെ, വീണ്ടും ഞാൻ ആവർത്തിക്കുകയല്ല, പക്ഷേ അത് പറയാൻ ഉത്തമമാണെന്ന് തോന്നുന്നു. ചില നാളുകൾക്കും ആഴ്ചയ്ക്ക് മുമ്പ് അമൻ സ്വതന്ത്രം ചെയ്യുന്നു. എന്റെ അമൻ സ്വതന്ത്രം മാമൻ ഇവിടെ കടന്നു വന്നപ്പോൾ ഈ സങ്കീർത്തനമാണ് എടുത്ത് പ്രസംഗിച്ച. അന്നേരം ജഡമെന്ന് പറയുമ്പോൾ ശത്രുക്കൾ എന്നൊരു ചിന്ത പറയാനിടയായി. അങ്ങനെ വരാം. അല്ലാതെ പലപ്പോഴും നമ്മുടെ ശത്രു ജഡരക്തങ്ങളല്ല പ്രിയമുള്ളവരെ, നമ്മുടെ ഉള്ളിലുള്ള ജഡം തന്നെ. ബൈബിൾ പറയുന്നു, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ഏഷ്യാമൂലിന്റെ പ്രസംഗം കേൾക്കുമ്പോൾ തന്റെ പ്രവചനം അനുസരിച്ച് ജഡം ഉരുത്തിരിഞ്ഞപ്പോഴാന്ന് ചോദിച്ചു കഴിഞ്ഞാല് പിശാചും മനുഷ്യൻ തമ്മിലെ കൂട്ടായ്മയിൽ ഉരുത്തിരിഞ്ഞതാണ് ജഡം. അതുവരെ ജഡത്തെക്കുറിച്ച് ചിന്തിച്ചിരുന്നില്ല. ശ്രദ്ധിക്കണം. ഇത് ഞാൻ മർമ്മം പറയുക, വചനം ഞാൻ കേട്ടപ്പം ശരിയാണെന്ന് എനിക്ക് തോന്നി. ശരിയാണല്ലോ. കാരണം ബൈബിൾ പറയുന്നു മനുഷ്യരെ ഉണ്ടാക്കി 2-ാം അധ്യായം അവസാനം പറയാം അവർ നഗ്നരായിരുന്നു, ദേവർ നേക്കഡ്. പക്ഷെ അവർക്ക് ഈ ജഡത്തെ കുറിച്ച് ചിന്തിക്കാത്തൊന്നും നേക്കഡാണോ നേക്കഡ് അല്ലയോ എന്ന് കൊച്ചുപിള്ളേരെ പോലെ. കൊച്ചുപിള്ളേര് കൊച്ചു ടോൾലെസ് ആയിരിക്കുന്ന 1, 2, 3 വയസ്സുള്ളവരാരും ചിന്തിക്കും എനിക്ക് കൂട്ടിടണം സൂട്ടണം. അവര് ഒന്നുമില്ലല്ലോ, ഒരു കണക്ക് അവർക്ക് നാണവുമില്ല, പ്രശ്നമൊന്നുമില്ലെന്ന് പറഞ്ഞ പോലെ. അവരുടെ കഥ നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആയി വരുന്നില്ലെങ്കിൽ ദൈവരാജ്യം എന്ത് ചെയ്യത്തില്ല. കാരണം ജഡത്തെ കുറിച്ച് അവർ ചിന്തിക്കുന്നില്ല. അവർക്ക് ചിന്തയോ പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ ഇല്ല. എന്നാൽ ആ ഔവ്വ സാത്താനുമായിട്ടൊരു കൂട്ടായ്മ കൂടി കഴിഞ്ഞപ്പോൾ ഉണ്ടായതാണ് ഈ ജഡം എന്നൊരു കാര്യം. അവൾ പഴത്തെ നോക്കി, പഴം കാണാൻ ഭംഗിയുള്ള ഒന്ന് കണ്ടു, തിന്മാൻ കാമ്യമെന്ന് കണ്ടു. അവൾ പറിച്ചു, തിന്നു. ആർക്കും കൊടുത്തു? ഭർത്താവ്. ജഡം. അന്നു മുതൽ ജഡത്തിന്റെ കണ്ണുകൾ തുറന്നു. പിന്നെ ജഡത്തിന്റെ ചിന്ത, ജഡം കാണുന്ന രീതി. പ്രിയമുള്ളവരെ, നമ്മുടെ ശത്രു എന്ന് പറയും സത്യം പറഞ്ഞ പുറമെയുള്ളവരല്ല, നിന്റെ ഉള്ളിലെ ജഡം. മറ്റുള്ളവരുണ്ട്, അതൊക്കെ സെക്കൻഡറിയാണ്, അവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ നിന്റെ ജഡത്തിന്
നിന്നെ ദൈവസന്നിധിയിൽ വലിച്ചകറ്റിക്കൊണ്ടുപോയി നിത്യനരക തീ നിന്നെ കൊളുത്താൻ ഈ ജഡത്തിന് കഴിയും. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്ന ആത്മാവിന്റെ ചിന്ത ജഡത്തിനും ജഡത്തിന്റെ ചിന്ത ആത്മാവിനും കോൺട്രറിയാണ്. പോൽക്കാലം പറഞ്ഞു കർത്താവെ വചനത്തിൽ പുകഴുന്ന സ്വന്തം ആ വചനത്തിൽ വിതച്ച് ദൈവശക്തി ഏറ്റെടുത്ത് ആത്മാവിനാൽ ജഡത്തിന്റെ പ്രവർത്തികളെ മരിപ്പിച്ച് എനിക്ക് ഗ്രോ ചെയ്യണം. അതുതന്നെ ഇവിടെ പറയുന്നത് ജഡത്തിന് എന്നോട് എന്ത് ചെയ്യണം, ഞാൻ വചനത്തിൽ ദൈവത്തിൽ ആശ്രയം വെച്ച് പുകഴുകയാണ് എന്ന് പകൽക്കാലം അതിനായി നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. Oddly enough, in this time of tribulation, you can find joy in sowing tears in God's presence. There is blessing within the pain, and these opportunities of being suffocated, these opportunities of the attacks that you are facing, those are opportunities to sow in tears. So do not fear situations of tears and pain, because when you have tears, you must think, that's an opportunity for me to sow the promises of the Word of God with these tears. I'm not going to put these tears to waste on self-pity. I'm going to give value to these tears by sowing the Word of God with them. ഇന്ന് പകൽക്കാലം ഒരു മർമ്മം കൂടി നിങ്ങൾ ഗ്രഹിക്കണം. ദൈവജനമേ, എനിക്ക് നിങ്ങൾക്കും കഷ്ടങ്ങളുടെ തീച്ചൂടകൾ തരുന്നത്, കണ്ണുനീരിന്റെ ബാക്കായുടെ താഴ്വകൾ തരുന്നത് നമ്മെ നശിപ്പിക്കാനല്ല. കാരണം ദൈവസന്നിധിയില് പൂർണ്ണ ആശ്രയത്തോടെ, അത് മുതലക്കണ്ണിൽ ഒഴുക്കാനും വല്ലതും ഓർത്തോണം, പൂർണ്ണ ആശ്രയത്തോടെ നീ പോയി വചനത്തിൽ പുകഴാൻ, വചനത്തിൽ നിന്റെ വാഗ്ദത്തങ്ങളെ കണ്ടുപിടിച്ചിട്ട് അതിനെ വിശ്വാസത്തോടെ ഹൃദയത്തിൽ വിതയ്ക്കാൻ. ബൈബിൾ പറയുന്നു, മറിയെ കുറിച്ച് പറയുമ്പോൾ അവൾ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. പറഞ്ഞ ഓരോ വചനങ്ങള് വാക്കുകൾ മറിയം ഹൃദയത്തിൽ സംഗ്രഹിച്ചു എന്ന് പറയുന്നത് പോലെ കണ്ണീരോടെ നിന്റെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ വരും, നല്ലതാ. ആ വേദനയുടെ മധ്യത്തിൽ വാഗ്ദത്തങ്ങളെ മുറുകെ പിടിച്ച് കർത്താവേ, എന്റെ അപ്പനും അമ്മയും എനിക്കെതിരെ ദോഷം പറയുമ്പോൾ, എന്റെ നാട്ടുകാരന്റെ വീട്ടുകാർ, ഭർത്താവ്, എന്റെ ഭാര്യ എനിക്കെതിരെ ദോഷം പറയുമ്പോൾ, ലോകം എന്നെ ഒറ്റപ്പെടുത്തുമ്പോൾ, അപ്പാ നിന്റെ വചനത്തെ ഞാൻ മുറുകെ പിടിക്കുന്നു. ഹൃദയത്തിൽ നിങ്ങൾ സംഗ്രഹിച്ചിട്ട് ആത്മാവിൽ കണ്ണീരൊടുക്കുമ്പോൾ ബൈബിളിൽ പ്രത്യേകതയുണ്ട്. നീ വചനത്തെ പിടിച്ച് വചനത്തിൽ പോയെന്ന് കരയുമ്പോൾ കർത്താവിന്റെ സന്നിധിയിൽ നിനക്ക് വേണ്ടി ഒരു തുരുത്തിയുണ്ട്, ഒരു സ്വന്തം ചെയ്യുന്ന ഒരു സ്വന്തം പാത്രമുണ്ട്. അതിനകത്ത് എന്റെ കണ്ണുനീരെല്ലാം എന്ത് ചെയ്യുന്നറിയാമോ? അത് ഈ ഭൂമിയിൽ പെയ്യുന്ന മഴ ഭൂമി വലിച്ചു കുടിക്കുന്ന പോലെ കുടിച്ചു പോകത്തില്ല. നിന്റെ കണ്ണുനീർ തുരുത്തിയിൽ ആക്കി വെക്കണം. They are written in His book. Those are facts, not just poetic usages of words. God is actually literally keeping track of our tears. He's keeping track of our tossings and our grief and our sorrow. So again, as was already mentioned, these are not alligator tears. These are not meant to be performative. It's not meant for man's pity. It's not meant for man to see or appreciate or be moved by. It is God who keeps count. Jesus says that when you pray, you need to shut the door. It needs to be between you and God. And again, as we said, the sowing in tears is not meant for other people to see, but that doesn't mean you have to shut yourself up when you're in front of other people for fear of how other people will react when you pray, because it's not for them. Think of Hannah. She was crying and breaking, and Eli the priest saw her, and Eli the priest misunderstood, but it didn't matter because it wasn't for Eli the priest. She was sowing in tears before God. ഇന്ന് പകൽക്കാലം ഓർക്കണം പ്രിയമുള്ളവരെ, ബൈബിൾ പറയുക, അത് നിന്റെ പുസ്തകത്തിൽ ഇല്ലയോ, കണ്ണുനീർ തുരുത്തിയിൽ ആക്കി വെക്കണേ. നിന്റെ പുസ്തകത്തിൽ ഇല്ലയോ? ബൈബിൾ പറയുന്ന ആകാശവും ഭൂമിയും മാറിപ്പോയാലും വചനത്തിൽ നിന്ന് ഒരു വള്ളിക്കോ പുള്ളിക്കോ എന്ത് ചെയ്യത്തില്ല, മാറ്റം വരത്തില്ലെന്ന് പറഞ്ഞാല് കർത്താവിന്റെ സന്നിധിയില് നിന്റെ കണ്ണുനീര് ആക്കി വെക്കുന്ന, നീ ഒറ്റയ്ക്കിരുന്നാലും കാണാതെ കരഞ്ഞ കണ്ണുനീരൊക്കെയും കർത്താവിനെ പിടിച്ചാൽ ചുമ്മാ എന്ന് പറഞ്ഞല്ല കേട്ടോ, വചനവാഗ്ദത്തങ്ങളെ കർത്താവിൽ മാത്രം ഞാൻ യഹോവയിൽ എന്റെ ഹൃദയം ഭയപ്പെടുന്ന നാളിൽ ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു. മനുഷ്യരിലോട് ആശ്രയിക്കാൻ പോകാതെ വചനമൊട്ടെടുത്ത് വെച്ച് ദിവസം നീ കരഞ്ഞതാണെങ്കിൽ കർത്താവിന്റെ സന്നിധിയിൽ തുരുത്തി നിന്റെ കണ്ണുനീർ വറ്റിപ്പോട്ടില്ല കേട്ടോ. ഇപ്പോഴും അത് ദൈവസന്നിധിയിൽ കിടന്ന ആ കണ്ണുനീര് നിനക്ക് വേണ്ടി നിലവിളിക്കുക. അത് ബൈബിളിലുണ്ട്, വചനത്തിലുണ്ട്. ഈ കണ്ണുനീർ നീ വിതച്ചാൽ ആർപ്പോടെ കൊയ്യും. അത് വറ്റിപ്പോകാത്ത ഉടമനക സംഭരാദിയ. അതുകൊണ്ട് മാത്രമല്ല, അതുകൊണ്ട് എന്ത് പകൽക്കാലം ഭക്തന്മാർ ആനന്ദിച്ചോണം. വേദനകൾ, കണ്ണുനീർ താടുകൾ വരുമ്പോൾ നിന്നെ തകർക്കാനില്ല. ദൈവസന്നിധിയിൽ വാഗ്ദത്തങ്ങൾ നീ കടന്നു പിടിക്കാൻ നിനക്ക് കിട്ടേണ്ട ഒത്തിരി ബ്ലെസ്സിങ്സ് ഉണ്ട്. അത് നിന്റെ കണ്ണിനെ മറഞ്ഞു കിടക്കുക. ആമേൻ, സ്തോത്രം ചെയ്യുന്നു. അത് മറഞ്ഞു കിടക്കാതിരിക്കുക. നീ അത് കാണാൻ തക്കവണ്ണം ചില ഞെരുക്കങ്ങള്, ചില പരാജയങ്ങൾ നിനക്ക് വരും. നീ അത് കണ്ടിട്ട് ഓടി വന്നിട്ട് വചനം തിരഞ്ഞിട്ട് അതിനകത്തെ മുട്ടുകൾ
അതിനകത്ത് പവർഫുൾ വേഴ്സസ് പിടിച്ച് കരയാൻ, കണ്ണീരോട് ചോദിക്കാൻ. എന്തിനാ? കർത്താവ് ആക്കി വെച്ചിട്ട് നിന്നെ അനുഗ്രഹിപ്പാൻ, നിന്റെ കുടുംബത്തെ അനുഗ്രഹിപ്പാൻ, നിന്റെ തലമുറകളെ അനുഗ്രഹിപ്പാൻ, നിനക്കൊരു വലിയ കൊയ്ത്ത്, നിന്നെ ആത്മീകമായി അനുഗ്രഹിപ്പാൻ. അത് ദൈവത്തിന്റെ പദ്ധതിയാണെന്ന് ദൈവം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. As we know, if you sow in tears, you will reap with joy. In verse 9 and 10 it says, then my enemies will turn back in the day when I call. When you call as you should call, which is in tears, which is in with your complete heart, which is holding on to the word of God, then he will answer and turn away the enemy. And the psalmist says in the last line of verse 9, this I know, that God is for me. So tears in complete surrender to him has the firm assurance and the knowledge and the trust that God is with them. In the tears, God doesn't just enjoy being with people who have it all together or people who have all the victory. He comes down to be with those who are sowing in tears. People of the world don't want to be with people who seem to be killjoys. They rain on the parade, they're crying all the time, they seem to be melancholy all the time. But God comes and offers companionship and presence and nearness to the one who sows in tears. In verse 10 and 11 we see, in God whose word I praise. Again, the motif, the repetition of David saying, in God whose word I praise. He's holding on to the word. Again, in the Lord whose word I praise. In God I trust. I shall not be afraid. What can man do to me? പ്രിയമുള്ളവരെ, ഓർത്തോളെ, ദൈവത്തിന് നല്ല ശക്തമായിട്ട് പറയുക, അവൻ അങ്ങനെ ഞാൻ കണ്ണീരോടെ വിതയ്ക്കുമ്പോൾ, ആ വചനവാഗ്ദത്തിൽ മുറുകെ പിടിച്ച് കരയുമ്പോൾ, ബൈബിൾ പറയുക, അവിടെ വായിക്കുന്നു 9-ാമത്തെ വാക്യമോ, ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ തന്നെ എന്റെ ശത്രുക്കൾ എന്ത് ചെയ്യുന്നു? പിന്തിരിയുന്നു. അപ്പോൾ നീ അറിയുന്നു, ദൈവം എനിക്ക് അനുകൂലം. ഉഷടപരഹത, ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലം ആര്? ശുദ്ധപരവ. അങ്ങനെയാണെങ്കിൽ വളർച്ചയിൽ കണ്ണീരോടെ വിതയ്ക്കുന്ന അത്ഭുത വചനമാ. അതിനുശേഷം താഴോട്ട് വായിക്കുമ്പോൾ പറയുക, അങ്ങനെ ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു, മനുഷ്യനെങ്ങുമല്ല. അതുകൊണ്ട് ഞാൻ പേടിക്കത്തില്ല, ഭയം നിന്നെ ടച്ച് ചെയ്യാൻ പറ്റത്തില്ല. മനുഷ്യനും നിന്നോട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ജഡത്തിന് മാത്രമല്ല, മനുഷ്യനും നിന്നോടൊന്നും ചെയ്യാൻ പറ്റുകയില്ല. ഇന്ന് പകൽക്കാലം ഓർക്കണം, അവൻ പുകഴുന്നത് ദൈവത്തിന്റെ വചനത്തിൽ. എന്താ പറയാ? ദൈവത്തിൽ ഞാൻ ദൈവത്തിൽ വചനത്തെ പുകഴണം. ദൈവത്തിൽ പുകഴുക നല്ലതാണ്, പക്ഷെ വചനമാണ് നിന്ന് ദൈവത്തെ വെളിപ്പെടുന്ന വചനത്തെ മുറുകെ പിടിക്കണം. അതുകൊണ്ടാണ് നമ്മള് ബൈബിൾ സ്റ്റഡി കൂടുമ്പോൾ അതിന്റെ മർമ്മങ്ങൾ ഗ്രഹിച്ചത് ദൈവത്തെ മുറുകെ പിടിക്കാൻ. ആ വാഗ്ദത്തങ്ങൾ വരുമ്പോൾ സ്വന്തം നമുക്കത് പ്രയോജനമായി തീരുവാൻ വേഗമതുകൊണ്ട് വചനത്തിൽ ദൈവത്തിൽ പുകഴുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. I want to conclude my thoughts with verse 12 and 13. The psalmist David is saying, I must perform my vows to you, O God. I will render thank offerings to you. So this is talking about once he's sown in tears and he has received the peace, he has received the comfort that he asked for, he's fulfilling the vows that he made while sowing in tears. Sowing in tears also means making vows. And those vows are not from your own imagination. They're coming from obedience to the word. You're looking at obedience to the word of God. Vows mean the word of God. You're saying, I'm going to be doing that for God. Whatever the Holy Spirit says that you need to do in your life. Not something that you're going to make and then break later on and garner judgment on later on. No, make vows that God wants you to make in His presence. Make vows that you will be faithful to and follow through with. I don't have the time to talk about these two different individuals, so I'm not going to, but I ask that you read in 1 Samuel, read in Genesis, and compare the two persons of Jacob and Hannah. Both of them sowed in tears. They both had moments of surrender to God where they sowed in tears upon appealing on God's nature, mercy, and His promises. But after Jacob had his name changed and was blessed, he did not go back to Bethel and perform his vows to God with all his blessings in worship after he sowed in joy. Reaped in joy. But Hannah, when she reaped in joy and received Samuel, she did not come up with excuses to withhold Samuel from God. Instead, she made good on that vow. She came and offered Samuel completely to the service of the Lord. ഇവിടെ പറയുക, ദൈവമേ, നിനക്കുള്ള നേർച്ചകൾക്ക് ഞാൻ എന്ത് ചെയ്തിരിക്കുന്നു? കടംപെട്ടിരിക്കുന്നു. ഇത് പറയുമ്പോൾ ചിലപ്പം 2 വ്യക്തികളെ എടുത്ത് പറയണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. സമയത്തിന്റെ രാഹിത്യം മുതൽ അതിലേക്ക് പോകുന്നില്ല. അതുകൊണ്ട് ഇവിടെ ഇരിക്കുമ്പോൾ ദൈവമക്കളെ നിങ്ങൾ ശ്രദ്ധിക്കുക. കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾ ദൈവത്തോട് ചില വാക്കുകൾ പറഞ്ഞിട്ടുണ്ട്.
നിങ്ങളുടെ നെല്ലിപ്പലകൾ കണ്ടപ്പോൾ ജീവിതത്തില് അവൻ നിങ്ങൾ ഉടഞ്ഞ വചനവാഗ്ദത്തങ്ങളൊക്കെ ബൈബിളൊക്കെ നെഞ്ചത്ത് കെട്ടി പിടിച്ച് കിടന്നപ്പോൾ ദൈവത്തോട് പറഞ്ഞ നീ അത് മറന്നുപോയെങ്കിലും ദൈവം അത് മറന്നുപോയിട്ടില്ല. ദൈവത്തിന്റെ നേർച്ചകൾക്ക് നീ കടപ്പെട്ടിരിക്കുക. ഹല്ലേലൂയ. അവൻ ബൈബിൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. നോക്കൊന്ന്, ദൈവത്തിൽ അവന്റെ വചനത്തെ പുകഴുന്ന നീ കണ്ണീരോടെ വിതച്ചാൽ ദൈവം നിനക്ക് ഉദാഹരണം തരും. രണ്ട് വ്യക്തികളാണ്. ഒന്ന് യാക്കോബ്, നിങ്ങൾക്കറിയാം. ഒന്നവൻ വീട് വിട്ട് പ്രാണനും കൊണ്ട് ഓടുമ്പോൾ തന്നെ വെളിപ്പോയിട്ടില്ല. ബേഥേലിൽ കിടന്ന് അവൻ കരഞ്ഞായിരിക്കും അന്ന് രാത്രി ഉറങ്ങിയത്. ആ കല്ല് തലയിണയാ വെച്ചപ്പോൾ ദർശനം കൊടുത്തു. അവൻ സ്വന്തം ദൈവത്തിന്റെ ശബ്ദം കേട്ടു. അവരെഴുന്നേറ്റ് പറയോ, ഇവിടെ ദൈവം ഉണ്ടായിരുന്നു, അറിഞ്ഞില്ല. കല്ല് തൂണായി നാട്ടി. അതിനുശേഷം പോയി രണ്ടു കൂട്ടമായി എവിടെ വെച്ച് ദൈവത്തോട് നേർച്ച കയറുന്നു. കർത്താവേ, അവൻ നിന്റെ യാത്രയിൽ കൂടെ ഇരുന്ന് എന്നെ അനുഗ്രഹിച്ച് മടക്കി വരുത്തിയാൽ ഈ കല്ല് നിനക്കൊരു ആലയമാകുമെന്ന് പറഞ്ഞ് നേർച്ച നേർന്നു. അവിടുന്ന് അവൻ ആ പോക്ക് പോയി ദൈവം രണ്ടു കൂട്ടമായി മടക്കി വരുത്തി. അമ്മായിപ്പൻ കൊല്ലാൻ പദ്ധതികളുമായി വന്നു. അതും ദൈവം തടസ്സപ്പെടുത്തി അവനെ വിടുവിച്ചു. മഹനീയമിൽ ദൈവദൂതന്മാരെയും കണ്ടു. അവസാനം അന്നേരവും ബുദ്ധിയുടെ പ്രമാണത്തിലോടുന്ന് അവനെ ദൈവം ഒരു പാഠം പഠിപ്പിക്കാൻ ആഗ്രഹിച്ചു. കഴിവുകൊണ്ട് അവൻ ജ്യേഷ്ഠനെ പ്രീതിപ്പെടുത്താൻ നോക്കിയപ്പോൾ അവിടെ നടന്നില്ല. 400 പേരുമായിട്ട് വരുന്നു, എന്നെ കൊല്ലാൻ വരിക എന്നുള്ള. അപ്പൊ മനസ്സിലായി അവന്റെ കഴിവും അവൻ കൈക്കൂലി കൊടുത്തുള്ള പ്രസാദം ഒക്കെ നടക്കത്തിൽ മനസ്സിലായപ്പം അവന് തനിക്കുള്ളതിനെല്ലാം അക്കരെ കടത്തി. ആ കരയിലെ യാബോക്ക് നദിയിൽ കരയിൽ ഒറ്റയ്ക്ക് ശേഷിച്ചു. അന്ന് രാത്രി കരഞ്ഞപേക്ഷിച്ചു. ദൂതൻ അവനെ അനുഗ്രഹിച്ച് പേര് മാറ്റി. ഉബായി, അവൻ വഞ്ചകൻ എന്നുള്ള പേര് മാറ്റിയിട്ട് ഇസ്രായേലിന്റെ പേര് കൊടുത്തു. എന്നിട്ടും അവൻ ദൈവത്തോടുള്ള വാഗ്ദത്തം അല്ലെങ്കിൽ നേർച്ച മറന്നു. അവനെ ബഥേലിലോട്ട് പോകേണ്ടത് അത്ര അനുഗ്രഹിച്ച് പേര് മാറ്റിയ ദൈവത്തെ, രണ്ടു കൂട്ടമായി മടക്കി വരുത്തിയ ദൈവത്തെ മറന്നുപോയി. ദൈവമക്കളെ, നിന്നെ ദൈവം അനുഗ്രഹിക്കും. നിനക്ക് ജോലി തരുമ്പോ ദൈവത്തെ മറന്നു പോകല്ലേ. നിന്റെ കഴിവുകൊണ്ടല്ല. നീ നെല്ലിപ്പല കണ്ട് നാണം കെട്ട് അവൻ സുധാരയാക്കാത്തരെ അവിടുന്ന് ദൈവത്തെ ആരാധിക്കാൻ വരുമ്പോൾ അവൻ യാക്കോബ് മറന്നുപോയി. നേരെ ശേഖരനിലോട്ട് പോയി. കാരണം അവനെന്തോ ആടുമാടുകളുണ്ട്. ആടിന് പച്ച പുല്ല് വേണം. പുല്ല്, നിനക്ക് ആടുമാടില്ലാത്തടത്ത് ആട് തന്നതാ. അവിടെ നീ പുല്ല് ദൈവം കൊടുത്തോളൂ. നീ ബത്തേരി പോകണ്ട. അവൻ ശേഖരിൽ പോയി. അറിയാം, മോള് വഴി വിഴിച്ചു പോയി, തകർന്നു പോയി. മക്കൾ അവൻ കൊലപാതകികളായി തീർന്നു. അവിടെ വെച്ചാ ദൈവം എന്നിട്ടും അവൻ ഓർക്കുന്നില്ല. തിരിച്ചു പോകാൻ പറഞ്ഞു. നമുക്ക് നേർച്ച മറന്നുപോയ ഒരാള്, അവൻ നേർച്ച നേർന്ന ഒരാളാ. ഹന്ന വലിച്ചു കുഞ്ഞിന്റെ ദൈവസന്നിധി ഒഴിഞ്ഞു. നീ ഓർക്കണം, കണ്ണീരോടെ വിതയ്ക്കുമ്പോൾ ആർപ്പോട് കൊയ്യാൻ നിന്നെ സഹായിക്കുന്ന ദൈവത്തെ നീ മറന്നു പോകല്ലേ. ദൈവത്തെ തള്ളിക്കളഞ്ഞ് ഈ ലോകത്തിന് പുറകോടല്ല. നിനക്ക് തന്നതൊക്കെ ദൈവം തന്നതേ ഉള്ളൂ. അവൻ ഇല്ലാതൊരു കാര്യം വരുമ്പോ ദൈവകാര്യം നിർത്താൻ പറയല്ലേ. അവൻ ദൈവകാര്യം ചെയ്തോ, നിന്റെ കാര്യം നിർത്തിയാലും കുഴപ്പമില്ല. ആ ജോലി തന്നത് ദൈവമാ, ആരോഗ്യം തന്നത് ദൈവമാ, കുടുംബത്തെ തന്നത് ദൈവമാ. ദൈവത്തെ മറന്ന് അവൻ മറ്റുള്ളതിനെ നീ സ്നേഹിക്കാനും സൂക്ഷിക്കാനും ബന്ധങ്ങൾ കാക്കാൻ പോകുമ്പോൾ യേശു പറഞ്ഞു, അവൻ സ്വന്തം എന്നെ കൂടാതെ നേടുന്നൊക്കെയും അവൻ നീ കളയും. അവൻ സ്വന്തം ചെയ്യുന്നു. അവൻ എനിക്ക് വേണ്ടി എന്തെങ്കിലും കളഞ്ഞാൽ നീ അതിനെ നേടും. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവമക്കളെ ഈ വചനത്തിന് മുമ്പാകെ കണ്ണിനോടെ വിതയ്ക്കാം. പ്രോമിസ് ആവാൻ അവൻ ആർപ്പോട് കൊയ്യും. പക്ഷെ ഒരു കാര്യം, ദൈവത്തോട് എന്തെങ്കിലും നീ പ്രോമിസ് നടന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം നിവർത്തിക്കണം. ഹോളി സ്പിരിറ്റ് ഓർപ്പിക്കുക. ഇന്ന് പുറമോട്ടെങ്കിലും ചിന്തിക്കണം. കഴിഞ്ഞ കാലം ദൈവത്തോട് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ, മറന്നുപോയിട്ടുള്ള കർത്താവെ നീ ഓർപ്പിക്കണേ എന്ന് പറയേ. അതൊരിക്കലും നിനക്ക് വിനയായി വരുവാനിടയാകാതെ ദൈവം തന്നെ ഉപയോഗിക്കേണ്ടത് ഇന്ന് പകൽക്കാലം വചനത്തിന് മുമ്പാകെ നമ്മൾ തന്നെ സമർപ്പിക്കാം. ഈ വചനങ്ങൾ അധികം കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. കരപിടിച്ച് കർത്താവിന് സ്തോത്രം ചെയ്താട്ട് നല്ല അത്ഭുത വചനത്തിനായി സ്തോത്രം. ഹല്ലേലൂയ.